ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു ലേഡീസ് ട്രിപ്പിന് വേണ്ടി പോവാണ്. ബാക്കിൽ ഒരാളും കൂടി ഉണ്ട്. ഹായ് പറയും. ഇനി വേറെ രണ്ടാളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാം, ലക്സംബർഗ് എയർപോർട്ട്. സ്ഥലം ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ എയർപോർട്ട് എത്തി. ഇവിടെ ആ ചോട്ടുക്കത്തെ തണുപ്പാണ്. നമ്മളെ ഫ്രണ്ട്സ് രണ്ടാളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് അവരൊക്കെ കാണിച്ചു തരാം. സോ ഇതാണ് ലക്സംബർഗ് എയർപോർട്ട്. എയർപോർട്ടിന് മുന്നേ തന്നെ മൊയാൻ എഴുതി വെച്ചിട്ടുണ്ട്. മൊയാൻ പറയുന്നത് ലക്സംബർഗിഷിൽ ഹെലോ അല്ലെങ്കിൽ മോർണിംഗ് എന്നാണ് അർത്ഥം. ആൾക്കാരെ പരിചയപ്പെടുന്നു. ഇത് സജ്നേച്ചി, ഇത് ഷിമേച്ചി, നമ്മളെ ട്രിപ്പ് ലീഡർ. ഇത് നമ്മളെ ഇടയിലെ ഫാഷനിസ്റ്റ. ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മളെ ഫ്ലൈറ്റ് 8:40ക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് പോസ്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഫൈനലി ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. നമ്മൾ ആക്ച്വലി എല്ലാവരും വേറെ വേറെ സീറ്റിലാണ്. ഒരു സീറ്റിലാണ്. ഞാൻ ഏറ്റവും ബാക്കത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് അവസ്ഥ. ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. അങ്ങനെ വീണ്ടും നമ്മൾ 4 പേരും കണ്ടുമുട്ടി. ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തു. ഇപ്പം നമ്മൾ ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ബോൾട്ട് ഉണ്ട്, പക്ഷേ നമുക്കൊന്നും കിട്ടുന്നില്ല ആരും. അപ്പം നമ്മൾ ഊബറിലേക്ക് നോക്കിക്കൊണ്ട് കാണും. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഫൈനലി ഞങ്ങൾ ഊബർ വന്നു. അങ്ങനെ ഞങ്ങൾ ഊബറിലൊക്കെ കയറി നേരെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കായിരുന്നു പോകുന്നത്. ഞങ്ങൾ ഊബർ ഡ്രൈവ് ചെയ്തത് ഒരു പാകിസ്ഥാനിയായിരുന്നു. അയാൾ നമ്മളടുത്ത് കുറേ സംസാരിച്ചു. നമ്മളടുത്ത് ലക്സംബർഗിനെ പറ്റി ചോദിച്ചു. അങ്ങനെ അയാളടുത്ത് നല്ലൊരു കോൺവെർസേഷൻ തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലാണ്. സോ ഇതായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ലഗേജസ് ഒക്കെ റൂമിൽ വെച്ച് നമുക്കാണെന്ന് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കി. പക്ഷേ നിയർലി ഒരു 1 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ അല്ല. അപ്പോൾ ഫൈനലി കണ്ടത് മെക്ഡി ആയിരുന്നു ഓപ്പൺ ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ. അപ്പം നമ്മൾ മെക്ഡി പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ മെക്ഡിയിൽ നിന്ന് ഓർഡറൊക്കെ ചെയ്തു. അപ്പം ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഈ ഒരു മെക്ഡിയിൽ നിന്നാണ്. അപ്പം നല്ലോണം ഡിന്നർ കഴിച്ചു. ആൻഡ് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് ലൊക്കേഷൻ പറഞ്ഞിട്ടില്ലല്ലേ, ഇപ്പം എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു തരാം. സോ ഞങ്ങൾ ഗേൾസ് ഉള്ള ഈ ട്രിപ്പ് ലിസ്ബണിലാണ്. സോ വെൽക്കം ടു മൈ എന്ന് പറയാൻ പറ്റില്ല, ആ ഗേൾസ് ഉള്ള ഈ ട്രിപ്പ് ടു ലിസ്ബൺ. പഠിക്കുകയാണ്. നമ്മളൊരു ആക്ച്വലി ഒരു 3 day ട്രിപ്പിനാണ് ലിസ്ബണിൽ പോയത്. അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്നാണ് ആക്ച്വലി വാസ്കോഡ ഗാമ നമ്മളെ നാട്ടിലേക്ക് കാണാൻ വന്നത്. അപ്പം അതിന് ഇതാക്കിയിട്ടുള്ളൊരു മോണുമെൻ്റ് ആണ് ഇത്. ഇതിവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മോണുമെൻ്റ് ആണ്. അപ്പം അത് കാണാനാണ് ഫസ്റ്റ് നമ്മൾ ആക്ച്വലി പോയത്. ആ ഒരു സമയത്ത് 4 ഷിപ്പിലാണ് ഇവരെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മളെ ഇന്ത്യയിലേക്ക് അവർ വന്നത്. ആൻഡ് നമ്മളെ ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യൻസ് പോർച്ചുഗീസുകാരാണ്. അപ്പം അതിൻ്റെ ട്രാവൽ മാപ്പ് ഓൾസോ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഏതൊക്കെ വഴി കൂടിയാണ് ട്രാവൽ ചെയ്തത്. ആൻഡ് ഫൈനലി അവരെത്തിയത് കാലിക്കറ്റ്. ഇതാ നിങ്ങൾക്ക് കാണാം കാലിക്കറ്റ് എന്ന് ഇത് കണ്ടിട്ടൊരു കോഴിക്കോടുകാരി എനിക്ക് അഭിമാനം തോന്നിയില്ല. ബിക്കോസ് ഐ നോ പല ആൾക്കാർ ഇതുകൊണ്ട് സഫർ ചെയ്തിട്ടുള്ളത്.
നമ്മൾ പോയി എന്ന നല്ല ഒടുക്കത്തെ വേലയും കൊണ്ട് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടേനു. അപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ അവിടുന്ന് വാങ്ങിച്ച് നമ്മൾ അതൊക്കെ തിന്നിട്ടാണ് പിന്നെ നടന്ന് നമ്മൾ പിന്നെ പോയത് ബെല്ലം ടവർ പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടുന്ന് കുറച്ച് നടക്കാമുള്ളൂ ബെല്ലം ടവറിലേക്ക്. സോ ഇതാണ് ബെല്ലം ടവർ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, ബിക്കോസ് ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ബെസ്റ്റ് പാവ്ലോവ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് പാവ്ലോവ വാങ്ങിച്ചും നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്യിച്ചും എങ്ങനെയുണ്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? ഗുഡ്. എങ്ങനെയുണ്ട്? രസമുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് ക്രിസ്റ്റോ റേ പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് വലിയൊരു ക്രൈസ്റ്റിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇതൊരു വെരി സ്പെഷ്യൽ ആൻഡ് വെരി ഐക്കോണിക് ആയിട്ടുള്ളൊരു മോണുമെൻ്റ് ആണ് ലിസ്ബണിലുള്ള. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ഇതൊരു അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ നിയർലി ഒരു 25 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫൈനലി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയത്. ലിസ്ബണിൽ പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ റിപ്പിംഗ് സ്ട്രീറ്റ്. ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ട്രീറ്റാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത്. നമ്മൾ ലിസ്ബണിൽ വന്നിട്ട് കേരള റെസ്റ്റോറൻറ്റിൽ പോവാണ് ഗൈസ്. എല്ലാവരും കയറിക്കോളും. ലിസ്ബണിലെ വെരി ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് ഈ ഒരു കേരള റെസ്റ്റോറൻറ്റ്. നമുക്കെന്തോ നമ്മുടെ നാട്ടിലൊക്കെ പോയൊരു ഫീലിംഗ് ആയിരുന്നു. ബിക്കോസ് ഫുൾ അങ്ങനത്തെ ഓരോ സാധനങ്ങളായിരുന്നു അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഷെഫ് ആൻഡ് ഓണർ ഭയങ്കര ഫേമസ് ആണ് യൂട്യൂബിലൂടെ. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനും പറ്റി. പിന്നെ നല്ല ഫുഡും കഴിക്കാൻ പറ്റി. നമ്മൾ പുട്ട്, പൊറോട്ട, ഫിഷ് കറി, കടുക്ക ഫ്രൈ ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം അതൊക്കെ നല്ലോണം കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മൾ പോയത് ഈ ഒരു ചേർച്ചിലാണ്. ഇതിൻ്റെ മേലെ കയറിയാൽ നല്ല വ്യൂ കാണാമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ടെറസ് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മേലെ കയറാൻ എത്രയോ €7 അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഫ്രീ ഡ്രിങ്കും കിട്ടും. അപ്പം നമ്മൾ ഇതിൻ്റെ മേലെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉള്ളിൽ ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ടൈൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ലഞ്ചിന് ഞങ്ങൾ ലിസ്ബണിൽ തന്നെ സീ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷെ എന്താ അറിയില്ല, ഈ സീ ഫുഡ് കഴിച്ച് പലരെയും കിളിപോയ അവസ്ഥയായിരുന്നു.
എന്താ നമുക്ക് ക്യൂട്ടായി തോന്നുന്നത്? നമുക്ക് ക്യൂട്ടുമായി തോന്നില്ലേ? അടുത്ത സൈഡും കൂടി ആകുമ്പോഴേക്കും ശരിയാവുള്ളൂ. ഇതിലെന്തോ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ഈ ഒരു സ്ക്വയറിലാണ്. ഇതൊരു വെരി ഫേമസ് സ്ക്വയർ ഇൻ ലിസ്ബൺ ആണ്. ഇതിൻ്റെ മുന്നിൽ തന്നെ ബീച്ച് ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബീച്ച് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരാൾ ഈ സ്റ്റോൺസ് വെച്ചിട്ട് ഓരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്ന കണ്ട് എൻ്റെ ആ സ്റ്റോണിൻ്റെ മേലേക്ക് ഫുൾ സ്പ്രേ പെയിൻറ്റും ഒക്കെ അടിക്കണം. നല്ല രസമുണ്ടായിരുന്നു അവർ ഉണ്ടാക്കി വെച്ച് കാണാൻ. അപ്പം അതൊക്കെ കണ്ട് ആ സ്ക്വയറിൻ്റെ അപ്പുറത്തെ സൈഡ് ആണെന്ന് ഫുൾ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഷോപ്സിലൊക്കെ കയറി കുറേ ഷോപ്പിംഗ് നടത്തി. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ നാടായതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനത്തെ ജേഴ്സി ഷോപ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ഒരു മകന് വേണ്ടിയിട്ട് ജേഴ്സി ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള സാറയിൽ വന്നിരിക്കുകയാണ്. ലിസ്ബണിലാണുള്ളത്. ഭയങ്കര വലിയ ഷോറൂമാണ്. 2-3 നില എത്തുന്നുണ്ട്. കുറേ കളക്ഷനുണ്ട്. ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ്. അത്രയും നടന്ന് കാണാൻ തന്നെ ഉണ്ട്. അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ഈവനിങ് ആയപ്പം നമ്മൾ ലിസ്ബണിൽ തന്നെ വെരി ഫേമസ് ആയിട്ടുള്ളൊരു കെഫേയിലേക്കാണ് പോയത്. ഇവിടെയാണ് പെസ്റ്റീസ് ദ നാത്ത എന്നുള്ളൊരു പോർച്ചുഗീസ് കസ്റ്റേർഡ് ടാർട്ട് ഉണ്ട്. അത് ഉണ്ടാക്കിയത് ഈ ഒരു സ്ഥലത്തു നിന്നാണ്. ഇത് 1837 തുടങ്ങിയൊരു കെഫേയാണ്. ഒരു വലിയൊരു കെഫേ തന്നെയായിരുന്നു. കുറേ സ്ഥലമുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഭയങ്കര ഫേമസ് ആണ് ഇൻ ലിസ്ബണിൽ. പിന്നെ അതുമാത്രമല്ല, ഇവിടെ നമ്മളെ മമ്മൂട്ടിയും ദുൽഖറും ആൻഡ് ഫാമിലി എല്ലാവരും ഈ ഒരു കെഫേയിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുമുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു കെഫേയിലാണ് പോയത്. ഞങ്ങൾ ആക്ച്വലി അവിടെ വന്നിട്ട് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് ഫുഡ് ഐറ്റംസ് തന്നെ ആക്ച്വലി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളത് കണ്ടിട്ട് ചിരിക്കുകയായിരുന്നു. ബിക്കോസ് അവിടെ വരുന്ന എല്ലാവരും കോഫി ആൻഡ് ആ പോർച്ചുഗീസ് ടാർട്ട് മാത്രമേ വാങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ മാത്രമായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്ര അധികം ഫുഡ് വാങ്ങിച്ച്. ആൻഡ് എല്ലാവരും നമ്മളെ നോക്കിയിട്ട് ആക്ച്വലി ചിരിക്കുകയായിരുന്നു, ഇത്രയൊക്കെ ഫുഡ് ഇവരെ കഴിക്കുമോ എന്നുള്ള പോലെ. സോ ഇതാണ് ആ പോർച്ചുഗീസ് ഡെസേർട്ട്, പെസ്റ്റീസ് ദ നാട്ട. ഇതിൻ്റെ മേലെ കുറച്ച് സിനമൺ പൗഡറും പൗഡേർഡ് ഷുഗറും ഇട്ടിട്ടാണ് കഴിക്കുക. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈ ഒരു കെഫേയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്.
ഇനിയെങ്കിലും തീരാത്ത പ്രായം. എങ്ങനെയുണ്ട്? നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ഒരു ഫ്ലീ മാർക്കറ്റിലാണ്. ഇത് ട്യൂസ്ഡേ ആൻഡ് സാറ്റർഡേ മാത്രം ഉണ്ടാവുന്ന ഫ്ലീ മാർക്കറ്റാണ്. ഞങ്ങൾ ലാസ്റ്റ് ഡേ ഓഫ് ട്രിപ്പും ആയിരുന്നു. അപ്പം എന്തായാലും ഇത് മിസ് ചെയ്യണ്ട വെച്ചാൽ ഞങ്ങൾ നേരത്തെ തന്നെ രാവിലെ തന്നെ ഈ ഒരു ഫ്ലീ മാർക്കറ്റിൽ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറേ നല്ല നല്ല ആൻറ്റീക്ക് സാധനങ്ങളുണ്ടായിരുന്നു ആൻഡ് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചെറിയ നല്ല നല്ല ജ്വല്ലറി ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ഷോപ്പിംഗ് അവിടെ നിന്ന് നടത്തി. അങ്ങനെ ഞങ്ങൾ 3 days ഓഫ് ട്രിപ്പ് ഇൻ ലിസ്ബൺ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾ എവിടെ നിന്നാണോ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ട്രിപ്പ് അവസാനിപ്പിച്ചു. ഞങ്ങൾ അസീ മെഗ്ഡി പോയി ഇരുന്നു, ലഞ്ചൊക്കെ കഴിച്ചു. പണ്ടൊക്കെ കോളേജ് പഠിക്കുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഗേൾസ് ഉള്ളി ട്രിപ്പ്, അതും യൂറോപ്പിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അന്നൊന്നും ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഈ ഒരു ആഗ്രഹം സാധിക്കുമെന്നത്. ആൻഡ് ഫോർച്യുനേറ്റ്ലി ആ ഒരു ആഗ്രഹം കൂടിയാണ് സാധിച്ചത്. സോ താങ്ക്സ് ടു ദീസ് ഫ്രണ്ട്സ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഇവരെൻ്റെ ലൈഫിലുള്ളത് തന്നെ. ആൻഡ് വി മെയ്ഡ് സച്ച് എ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഓൾസോ.